ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പൊക്കെ ഇതുപോലെ ക്യാമറയിൽ വന്ന് സംസാരിക്കുന്നതൊക്കെ ഈ ഒരു ആംബിയൻസിലാണ്, ഈ ഒരു ലൈറ്റിന്റെ ആംബിയൻസിലാണ് ഞാൻ സംസാരിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ലൈറ്റ് വളരെ പ്രധാനമാണ്. കാരണം ലൈറ്റ് നന്നായില്ലേ വീഡിയോവും ഇമേജും ഒന്നും നന്നാവില്ല. പഴയ ടാബ്, മൊബൈൽ ഫോൺ അങ്ങനത്തെ പഴയ മോഡലിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ സോഫ്റ്റ് ലൈറ്റ് ആക്കി മാറ്റാം. പക്ഷെ ഇപ്പോൾ 2-3 ലൈറ്റ് ഇട്ടിട്ട് എങ്ങനെ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ സ്ക്രാപ്പ്, നമ്മൾ കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഉപകാരമുള്ള ലൈറ്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. അപ്പൊ ഇത് അതുപോലെ ഒരു പഴയ ഗൾഫ് മൊബൈലാണ്. ഇത് ഞാൻ അയച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഡിസ്പ്ലേ ഒക്കെ അയച്ച് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് LED ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ലൈറ്റുകളാക്കി മാറ്റാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഈ 1 വാട്ട് LED, ഇത് 3 വോൾട്ട് 4 വോൾട്ട് വരെ ഉപയോഗിക്കാവുന്ന 1 വാട്ട് LED ആണ്. ഇങ്ങനത്തെ 1 വാട്ട് LED ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യാം. ഇതിപ്പോ കാണുമ്പോൾ സീരീസ് ആണെങ്കിലും കണക്ഷൻ പോസിറ്റീവും നെഗറ്റീവും തമ്മിലാണ്. അപ്പൊ അത് പാരലായിട്ടാണ് കണക്ഷൻ വരുന്നത്. അങ്ങനെ പാരലായി കണക്ട് ചെയ്യാം. കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും LED ഡെഡ് ഉണ്ടാവും, ചിലപ്പോൾ ഒക്കെ കറക്റ്റ് ആയിരിക്കും. ഏതെങ്കിലും തെറ്റി പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം വർക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ ഇതെല്ലാം കറക്റ്റ് ആണ്. ഒരു LED മാത്രം കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ആ ഒരു LED മാറ്റി കൊടുത്താൽ അത് ഓക്കെ. അപ്പൊ അത് LED മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ പഴയപോലെ പാക്ക് ചെയ്യാം. കൂടുതൽ പറയാനൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് ഏകദേശം കണ്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതൊരു ടാബാണ്, പഴയ മോഡൽ ടാബാണ്. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേന്റെ അകത്ത് ഡിസ്പ്ലേ ബോർഡൊക്കെ പോയത് നമ്മൾ ഇതുപോലുള്ള 4 വോൾട്ട് LED സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് 2 സ്ട്രിപ്പ് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ലാപ്ടോപ്പ് ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ലൈറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാനവിടെ അവിടെ കട്ട് ചെയ്തത് ഇത് LED വർക്ക് ചെയ്യുമ്പോഴുള്ള ഹീറ്റ് അങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ രണ്ടും നന്നാക്കി ഒട്ടിച്ച് പാരലായിട്ട് ഇതേപോലെ പാരലായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് ജസ്റ്റ് പാക്ക് ചെയ്യാം. ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ആദ്യം ചെക്ക് ചെയ്തുകൊണ്ട് എന്നിട്ട് ജസ്റ്റ് പാക്ക് ചെയ്യാം. നമ്മളൊന്ന് കത്തിച്ച് നോക്കിയാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ലൈറ്റ് ഉണ്ടാവും. ഇത് ഈ ക്യാമറയിൽ മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് അത്ര ലൈറ്റ് കാണിക്കില്ല. പക്ഷെ അത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ആ ലൈറ്റ് കണ്ടോ, നല്ല സോഫ്റ്റ് ലൈറ്റാണ് ഇന്ന് വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഇതുപോലെ ഒരു ലാപ്ടോപ്പ് ബാറ്ററി 3.7 വോൾട്ട് ബാറ്ററിയാണ്. അപ്പൊ ആ ബാറ്ററി കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാനുള്ള സൗകര്യം കൂടി കൊടുത്താൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിൾ എമർജൻസി ആയി മാറും. ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്യാം. ഇപ്പൊ ഉണ്ടോ ആ ബാറ്ററിയിൽ അത് നല്ല തരത്തിലുള്ള ഒരു ലൈറ്റ് തരുന്നുണ്ട്. ഇനി ഇതിന്റെ ചാർജിങ് സെക്ഷൻ ആണ്. ഈ ചാർജിങ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ LED ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. ചാർജിങ് ഓൺ ആയിട്ടുണ്ടോ ഓഫ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ LED ഇതുപോലെ ആ ബാറ്ററി ചാർജിങ് ഇൻപുട്ട് വരുന്നവർക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഈ തരത്തിലുള്ള മൈക്രോ USB ഉപയോഗിച്ചാണ് നമ്മൾ ചാർജിങ് കൊടുക്കുന്നത്. ഇതിവിടെ വെച്ചിട്ട് നന്നാക്കി ഗ്ലൂ ചെയ്ത് ഉറപ്പിക്കുക. അപ്പൊ ചാർജ് ചെയ്യുമ്പോൾ LED ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചാർജിങ് ആവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ചാർജറിലെ 5 വോൾട്ട് ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമുക്ക് ഇത് ഒരു ഭാഗത്ത് നിർത്തണമെങ്കിൽ ഇതിനൊരു സ്റ്റാൻഡ് വേണം, അല്ലെങ്കിൽ അവിടെ ചാരിയൊക്കെ വെക്കേണ്ടി വരും. അപ്പൊ ആ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ PVC പൈപ്പ് ഉപയോഗിച്ചാണ് ഇങ്ങനത്തെ സ്റ്റാൻഡുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുള്ള സോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇത് 1/2 ഇഞ്ച് PVC പൈപ്പാണ്. സോക്കറ്റ് ഉണ്ടാക്കി ഇതിന് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക.
അപ്പൊ ഇതുപോലെ അതിങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമായി. അത് ഇങ്ങനെയുള്ള PVC കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് T ജോയിന്റ്സ്, കുറച്ച് PVC പൈപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് നല്ല സ്റ്റാൻഡ് ഉണ്ടാക്കാം. എവിടെയും വെക്കാൻ രൂപത്തിലുള്ള ഏത് തരം സ്റ്റാൻഡും നമുക്ക് ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാം. വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഉപയോഗിക്കാം. ഏത് സൈസിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പോ നിങ്ങൾക്ക് കാണാം, ഒരു ടേബിളിന്റെ മുകളിൽ ഒരു ചെറിയ പീസുമിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് വളരെ ചെറിയതാണ്. നമുക്ക് വളരെ പോർട്ടബിൾ, ഹാൻഡി ആയിട്ട് കൊണ്ടുനടക്കാം. വളരെ സൗകര്യമുള്ള ഒരു അവസ്ഥയിൽ നമുക്കിത് ഉപയോഗിക്കാം. അതിന്റെ അടുത്ത് കാണുന്നത് നമ്മൾ ഈ പഴയ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഒരു ലൈറ്റാണ്. LED മോണിറ്റർ ഉപയോഗിച്ച് ലൈറ്റ് ഉണ്ടാക്കിയാണ്. ഇതിപ്പോ ടേബിൾ മേൽ DIY ഒക്കെ ചെയ്യാൻ, ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അടുത്ത് ലൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതിങ്ങനെ ചെറിയ പീസ് PVC വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി ആ ബാക്കിലേക്കുള്ള സ്റ്റാൻഡ് വെക്കാൻ സൗകര്യമില്ലെങ്കിൽ ഇതുപോലെ ആ T ജോയിന്റിന്റെ മുകളിൽ അതിങ്ങനെ വെറുതെ നിൽക്കും. അപ്പോഴും വളരെ സ്ഥല സൗകര്യം നമുക്ക് ഉപയോഗിക്കാം. അതിപ്പോ ഏത് ലൈറ്റ് വേണമെങ്കിലും ഇങ്ങനെ ഈ PVC ജോയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ലൈറ്റ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ വളരെ വില കൊടുത്ത് വാങ്ങേണ്ട സാധനങ്ങളാണ്. അപ്പൊ അടുത്ത നമ്മൾ മറ്റേ 4 വോൾട്ട് LED സ്ട്രിപ്പ് വെച്ചതിന് മുകളിൽ നമുക്ക് ഡയറക്റ്റ് 5 വോൾട്ട് നമ്മുടെ മൊബൈൽ ചാർജർ കുത്തി ഉപയോഗിക്കാവുന്ന രൂപത്തിലുള്ള ഈ സോക്കറ്റ് ഫിറ്റ് ചെയ്യാം. ഈ സോക്കറ്റാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് 5 വോൾട്ടിൽ ഡയറക്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്യും. വളരെ വൃത്തിയുള്ള ലൈറ്റ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. അത് ഇതുപോലെ വളരെ ഹാൻഡി ആയിട്ട് ആ സ്റ്റാൻഡിന് മുകളിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി അത് മേലോട്ടോ താഴോട്ടൊക്കെ ലൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് ഇങ്ങനെ സ്റ്റാൻഡ് വെച്ചതിന് ശേഷം നമുക്ക് ആ T ജോയിന്റിന്റെ അവിടെ അങ്ങനെ ചെരിച്ചു കൊടുത്താൽ മതി. അപ്പൊ താഴോട്ടുള്ള ലൈറ്റ് കിട്ടും. അതേപോലെ തന്നെ നമുക്കത് മേലോട്ട് വേണമെങ്കിൽ അത് മേലോട്ട് ചെരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഡെഡ് ആയതോ ഉപയോഗശൂന്യമായ ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇങ്ങനെ മൊബൈലൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ ചാർജിങ്, ഞാൻ അവിടെ കണക്ട് ചെയ്തിട്ടുള്ള ഈ ചാർജിങ് സർക്യൂട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അതിന്റെ ചാർജിങ് സർക്യൂട്ട് ഉണ്ടാവും. അത് കണക്ട് ചെയ്യുന്ന സർക്യൂട്ട്, 4 വോൾട്ട് LED സ്ട്രിപ്പ് വാങ്ങാനുള്ള ലിങ്കോ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് പോയി വാങ്ങാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.